ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ ലാസ്റ്റ് സെഗ്മെൻറ്റിൽ പറഞ്ഞ വേരിയേഷൻസ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്ത്, മീൻസ് ട്രെൻഡ് വൈസ് സംഭവിച്ച്. ഇപ്പോൾ 21-ാം തീയതി ഗ്യാപ്പ് ഡൗണിൽ ഏകദേശം നമ്മൾ 26,100 വരെ വന്നിട്ട് തിരിച്ച് കയറി 32% കയറി 26,180 വരെ വന്നിട്ട് തിരിച്ചിറങ്ങിയാൽ ഈ ഒരു ബേസ്മെൻറ്റ് സ്റ്റേബിളായി. ഇവിടെ നിങ്ങൾ കയറിയാൽ കുറച്ച് വീക്കായി മാറുമായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു റീടെസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റീടെസ്റ്റ് ഏരിയ നോർമൽ മുമ്പത്തെ വീഡിയോസുകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പറഞ്ഞ ഏരിയ ഇതായിരുന്നു. ടാർഗറ്റ് ഏരിയ ഫസ്റ്റ് ഓപ്പണിംഗ് ടൈം പറഞ്ഞിരുന്നത് അത് 261 വരെ വന്ന് പിന്നെ ഇതിൻ്റെ റീട്രേസ് ഒരു 30% കിട്ടുക എന്നുള്ളതാണ്. അത് താഴെ നോക്കിയാലും മുകളിൽ നോക്കിയാലും, അതായത് ഈ 261 നോക്കിയാലും 26,132 ആ ഒരു ഏരിയയിൽ നോക്കിയാലും ഏകദേശം 32% ഓരോ എത്തിയിട്ടുണ്ട്. 26,175 അതങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ശേഷം മാർക്കറ്റ് അത് ബേസിന് ഉറപ്പിക്കാനായിട്ടുള്ളൊരു റീടെസ്റ്റ് പാസ്സാക്കി. റീടെസ്റ്റിന് ശേഷം മാർക്കറ്റ് നിലവിൽ ആ ബേസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. അത് ഏകദേശം ഒരു 32% ഈ ഒരു ഏരിയയിൽ വരും. അത് ഈ 50% ഇത് ബ്രേക്ക് ചെയ്ത് കയറി ക്യാൻഡിൽ സ്റ്റാൻഡ് ചെയ്തിരുന്നായിരുന്നെങ്കിൽ ഈ സ്ട്രക്ചറിൻ്റെ റിലവൻസി പോയേനെ. ഇപ്പം ഇവിടെ ചെറിയൊരു ഷേഡോ മാത്രമേ ആയിട്ടുള്ളൂ. തിരിച്ച് താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ബോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്യാപ്പ് അപ്പിലാണ് പോകുന്നതെങ്കിൽ, കാരണം ഇവിടെ ഒന്നും പറയാനില്ല. ഇതിവിടുന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂഷൻ ആവാനാണ് സാധ്യത കൂടുതലും. തിരിച്ച് കയറിയാലും മാർക്കറ്റ് വീക്കായിട്ടുണ്ടാവും. ചിലപ്പോൾ മാർക്കറ്റ് ഒരു 25,875, 800 ആ ഒരു റേഞ്ച് വരെ എത്തണ വരെ ഒരു ഫ്ലോ ആയിരിക്കും. അതിൽ ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ അത് ഈ ഒരു ബേസ്മെൻറ്റിനെ ബ്രേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഐ മീൻ ഈ ഒരു 26,180 ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യാതിരിക്കുക. ഇതിൽ എത്ര കിടന്ന് കളിച്ചാലും തിരിച്ച് താഴെ വന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് സിംപിളി ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ പിന്നീട് വരും. ഗ്യാപ്പ് ഡൗൺ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടായാലും തിരിച്ച് വന്നിട്ട് ഇറങ്ങിപ്പോരും. കാരണം ഓൾറെഡി റീടെസ്റ്റ് ഏരിയ ഇത് മാത്രമാണ്, ഇത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഭാഗം നാളെ ഗ്യാപ്പ് അപ്പിൽ കയറിയിട്ട് ബ്രേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ നിങ്ങളുടെ ഇറങ്ങിയൊരു ക്യാൻഡിൽ സ്റ്റാൻഡായി കഴിഞ്ഞാൽ സംഭവം കുറച്ച് മൂവ്മെൻറ്റ് മുകളിലേക്ക് പോയാലും തിരിച്ച് താഴ്ത്തി വരും. ഇനി ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ് കയറി ഏകദേശം 26,136 എത്തിക്കഴിഞ്ഞാൽ ഒരു പുട്ട് ചെയ്യാനുള്ള പുട്ട് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അധികമൊന്നുമില്ല, ഒരു 10-20 പോയിൻറ്റ് പുട്ട് ഓപ്ഷൻ ഒരു നല്ലൊരു ട്രേഡ് മോഡായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ ട്രേഡ് കണ്ടിന്യൂഷൻ്റെ ഇടയിൽ കിട്ടുന്ന സിങ്ങുകളിൽ എടുത്തിട്ട് ഇതിനൊരു സ്റ്റോപ്പ്, ഈ ഒരു ഏരിയ സ്റ്റോപ്പ് ലെസ് വെച്ചാൽ ഇവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ എടുക്കുകയാണെങ്കിലും ഇവിടെ 26,180 ഒരു സ്റ്റോപ്പ് ലെസ് ആയിട്ട് വെച്ചിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാവുന്നൊരിതാണ്. അത് ട്രേഡ് ചെയ്യുന്നവരതിൻ്റെ രീതിക്ക് ചെയ്യുക. ഇതിൻ്റെ ട്രെൻഡ് ഫ്ലോ എപ്പോഴും ഇങ്ങോട്ട് ആയിരിക്കും, ഡൗൺ സൈഡ് ആയിരിക്കും. ഇതിപ്പോൾ കയറിയാലും ഇവിടെ നിന്ന് ഗ്യാപ്പ് അപ്പിൽ കയറിയാലും ഇവിടെ നിന്നൊരു റിജക്ഷൻ ഉണ്ടാവും. ആ റിജക്ഷൻ ഒരു 20 പോയിൻറ്റ് വരെയൊക്കെയാണ് നമുക്ക് ട്രേഡ് മോഡായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എപ്പോഴാണ് 26,050 ബ്രേക്ക് ചെയ്ത് താഴ്ത്തിക്ക് വരുന്നത്, പിന്നെ ഇതിൻ്റെ ഒരു ട്രേഡ് ഈ ഒരു പോയിൻ്റ് വരെ 225,878 വരുന്നു. ഒരു എത്ര പോയിൻ്റ് ഉണ്ടാവും, ഏകദേശം ഒരു 10-200 പോയിൻറ്റോളമൊക്കെ ആ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഇനി ട്രെൻഡ് മുകളിൽ പോയില്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള സ്ട്രക്ചറിൽ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് ഇനി മുകളിലേക്ക് പമ്പ് ചെയ്യണമെങ്കിൽ ഏകദേശം മിനിമം നമുക്ക് ഈ പറയുന്ന ഒരു 25,900 എന്നുള്ള ഈ ഒരു റേഞ്ച് തന്നെ, ഈ ഒരു റേഞ്ച് എത്തിയതിന് ശേഷം കയറി തുടങ്ങുകയാണെങ്കിൽ കയറിയിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടാൻ ഇത് കണ്ടിന്യൂഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. 26,500 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇത് 25,700 താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രെൻഡ് വീക്കായി 25,484 ഒരുവിധം കൊളാപ്സായി. ഈ ഒരു ഏരിയ കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു വേരിയേഷൻ പിന്നെ താഴത്തേക്ക് കണ്ടിന്യൂഷനിൽ പോരും. ഞാൻ ഹോപ്പ് ചെയ്യുന്നത് ചിലപ്പോൾ കൂടുതലും സാധ്യത ഇവിടെ വന്നിട്ട് കയറി 25,500 എത്താനായിരിക്കും. ഈ ഒരു ഏരിയ വരെ എത്തിയതിന് ശേഷം മാക്സിമം ഒരു 25,778 വരെ വന്ന ശേഷം കയറി 26,500 വരെ എത്താം. ശേഷമായിരിക്കാം താഴത്തേക്ക് പോരുന്നത്. ഇപ്പം ഈ ഒരു വേരിയേഷൻ മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല.
നേരെ കണ്ടിന്യൂഷൻ കയറാന്ന് വെച്ചെങ്കിൽ അത് എത്ര നേരം സ്റ്റേബിളായിട്ട് റൺ ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. സ്ഥിരമായിട്ട് ഇങ്ങനെ റൺ ചെയ്ത് കയറുന്നത് കുറവായിരിക്കും. അത് ഒരു റിസ്ക് ഏരിയ ആണ്. ഇതിലിത്രയേ ഉള്ളൂ നിഫ്റ്റിയുടെ കളി. നിഫ്റ്റി പിന്നെ വലിയ ടൈം ഫ്രെയിമിൽ പല ഐഡിയകളുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ അവിടെ പോസ്റ്റ് ചെയ്ത പോലെയൊക്കെയുള്ള ഐഡിയകളുണ്ട്. നിലവിൽ ഈ ഒരു സ്ട്രക്ചർ മാത്രമേ ട്രേഡ് മോഡിൽ 1 ഡേ മോഡിൽ വരുന്നുള്ളൂ. അത് 1 മിനിറ്റിലാണ് ഞാൻ നേരത്തെ നോക്കിയത്. 1 മിനിറ്റിൽ അത്ര തന്നെ ഉള്ളൂ ചെയ്യാനായിട്ട്. ഓക്കെ.